കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതിയിൽ കോടതി ഇലക്ഷൻ നടപടിക്കെതിരെ വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി മുഹമ്മദ് ഹനീഷ് നൽകിയ അപ്പീൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളി. ഹൈക്കോടതിയുടെ കണ്ടെത്തലുകളെ മറികടന്ന് ഒരു ഉദ്യോഗസ്ഥന് തെളിവില്ല എന്ന് എങ്ങനെ പറയാൻ കഴിയുമെന്ന് കോടതി ചോദിച്ചു. മുഹമ്മദ് ഹനീഷ് കോടതി ഇലക്ഷൻ നടപടി നേരിടണമെന്നും സിംഗിൾ ബെഞ്ചിന് മുൻപാകെ ഹാജരാകണമെന്നും നിർദ്ദേശമുണ്ട്. വിഷ്ണു സുരേഷ് ചേരുകയാണ്. വിഷ്ണു, കോടതിയുടെ ചില പരാമർശങ്ങൾ കടുത്ത ഭാഷയിൽ തന്നെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടല്ലേ? അസിതാബ്, ജസ്റ്റിസ് എ ബദറുദ്ദീന്റെ ബെഞ്ചാണ് മുഹമ്മദ് ഹനീഷിനെതിരെ കോടതിയലക്ഷ്യ നടപടി സ്വീകരിച്ചത്. അദ്ദേഹത്തോട് സിംഗിൾ ബെഞ്ചിന് മുമ്പാകെ ഹാജരാകാനും ആ ഉത്തരവിലുണ്ടായിരുന്നു. ഇത് ചോദ്യം ചെയ്താണ് മുഹമ്മദ് ഹനീഷ് ഡിവിഷൻ ബെഞ്ചിലേക്ക് പോയത്. ഈ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള ഉത്തരവ്, അതിൽ തെളിവില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരുന്നത്. പക്ഷേ ഡിവിഷൻ ബെഞ്ച് സ്വീകരിക്കുന്നത് മറ്റൊരു നിലപാടാണ്. ഹൈക്കോടതി തന്നെ കുറ്റമാണ് അല്ലെങ്കിൽ തെളിവുണ്ട് എന്ന് കണ്ടെത്തിയ കാര്യത്തിൽ ഒരു ഉദ്യോഗസ്ഥന് എങ്ങനെയാണ് ആ വിഷയത്തിൽ തെളിവില്ല എന്ന് പറയാനാകുക? CBIയുടെ റിപ്പോർട്ട് കോടതിക്ക് മുമ്പാകെ ഉണ്ട്. കേവലം ഒരു അനുമതി മാത്രമാണ് ചോദിച്ചത്. അതിന്റെ തെളിവോ അതില്ലായ്മയോ ഒന്നും അന്വേഷണ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരോട് ചോദിച്ചിട്ടില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് കോടതി അലക്ഷ്യം നിലനിൽക്കും എന്ന് ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കുകയും മുഹമ്മദ് ഹനീഷിനോട് സിംഗിൾ ബെഞ്ചിന് മുമ്പാകെ ഹാജരാകാൻ ആവശ്യപ്പെടുകയും ചെയ്തത്. മുഹമ്മദ് ഹനീഷ് സ്ഥാനമൊഴിഞ്ഞു തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയിച്ചിട്ടുണ്ടെങ്കിലും നിലവിൽ ആരാണോ പ്രിൻസിപ്പൽ സെക്രട്ടറി അയാൾ സിംഗിൾ ബെഞ്ചിന് മുമ്പാകെ ഹാജരായി കാര്യങ്ങൾ വിശദീകരിക്കാനാണ് ഇപ്പോൾ ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. INTUC പ്രസിഡന്റ്, സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ അടക്കമുള്ള ആളുകൾക്കെതിരെ പ്രോസിക്യൂഷൻ നടപടി ആവശ്യപ്പെട്ടാണ് ഹർജി ഹൈക്കോടതിയിൽ എത്തുകയും ചെയ്തത്. അസിത, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.